നമസ്കാരം. IFPHന്റെ 2128 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമാണ്. നമുക്കറിയാം കണക്കുകളുടെ പ്രാധാന്യം. കണക്കുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചിട്ട് കാര്യമില്ല. രേഖകൾ ഉണ്ടാകണം, കണക്കുകൾ ഉണ്ടാകണം, വ്യക്തത ഉണ്ടാകണം. നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് മുന്നേറാനുണ്ട്. ധാരാളം പഠനങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ എല്ലാവരും നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ശാരദകൃഷ്ണ കോളേജിൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 41 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഒപ്പുവെച്ചിരിക്കുന്ന പല മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അത്രത്തോളം വർക്കുകൾ ഹോമിയോപ്പതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തില്ല. ഈ രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അതിനുവേണ്ടി തന്നെ എന്റെ അഭിപ്രായത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹോമിയോപ്പതി കോളേജുകളിലൊക്കെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനോട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഇന്നത്തെ ദിവസത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ പരിപാടിയുടെ ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ആദരവ് ക്ഷണിക്കും. ഷൈല ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ശ്രീ അനു എസ് നായർ IAS അവർകളാണ്. അദ്ദേഹം ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ്. അദ്ദേഹമാണെന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ജോലി തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം എത്തിച്ചേരുവാനായി സമയം കണ്ടെത്തുകയും നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ശ്രീ അനു എസ് നായർ IAS അവർകളെ ആദരപൂർവ്വം നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് IFPHന് വേണ്ടി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ബയോസ്റ്റാറ്റിസ്റ്റിക്സും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ ജോർജ് വർഗീസ്, മെഡിക്കൽ ഓഫീസർ PhD അയ്യമ്പുഴ ജോർജ് വർഗീസ് ഡോക്ടറാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജ്. ഹോമിയോപ്പതിയും സ്റ്റാറ്റിസ്റ്റിക്സുമായി എന്ത് ബന്ധം എന്ന് നമുക്ക് തോന്നാം, പക്ഷെ വളരെയധികം ബന്ധമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന ഡോക്ടർ മനോജിനെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിനെ ഔപചാരികമായി നന്ദി അർപ്പിക്കുവാനായി എത്തുന്നത് റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മറിയാമ്മ ജോണാണ്. ഡോക്ടർ മറിയാമ്മ ജോണിനെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഷൈല ഡോക്ടറെ. ഉദ്ഘാടനമാണ് ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ അനു നായർ IAS അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. വളരെ എനർജറ്റിക് ആയ യങ് ഡൈനാമിക് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സർക്കാർ അദ്ദേഹത്തെ ഈ മിഷൻ ഏൽപ്പിച്ചെന്ന് കരുതുന്നു. സാർ പ്ലീസ് സാർ അൺമ്യൂട്ട് ചെയ്യാമോ സാർ? കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 29 മഹലനോബിസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച നമ്മുടെ സ്ഥിതിവിവര കണക്കുകളുടെ ഏറ്റവും അഗ്രഗണ്യനായ മനുഷ്യന്റെ ജന്മദിനം ആണ് ജൂൺ 29. അപ്പൊ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ആ ദിവസം നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണവും ഇത്തരത്തിലുള്ള ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചത് എന്ന് മനസ്സിലാകും. രാത്രി 9:30 മണിയായി. സാധാരണ
എല്ലാവരും വീടുകളിൽ ഒതുങ്ങിയിരുന്ന് കുടുംബകാര്യങ്ങളിൽ വ്യാപൃതരാകുകയും ഉറക്കത്തിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരായതുകൊണ്ട് ക്ലിനിക്കുകളിൽ നിന്നൊക്കെ ഇറങ്ങാനുള്ള ഒരു സമയമായതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാംക്രമിക രോഗത്തിന്റെ ഒരു പരിതസ്ഥിതി. അപ്പോ 8:30-9 മണി വരെയൊക്കെ ക്ലിനിക്കില് പേഷ്യൻസ് വരും. അപ്പൊ അതിനുശേഷം ഇത്രയും ഒരു ഹെക്ടിക് ദിനത്തിന് ശേഷവും ഈ സമയത്തും ഇങ്ങനെ ഒരു മീറ്റിങ്ങും ഇതിന്റെ കാലിക പ്രസക്തിയെ വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രമേയത്തിന്മേലുള്ള വിഷയാവതരണവും അതിന്റെ ഡിസ്കഷനും ഒക്കെ നടത്തുന്ന നിങ്ങളെ ആദ്യമേ അനുമോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഇപ്പോ സ്ഥിതിവിവര കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. ഏത് രീതിയിലും ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ത്യയില് ഏറ്റവും അധികം മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഒക്കെ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോ അത് ഒരു പോസിറ്റീവ് കാര്യമായി പറയുമ്പോൾ തന്നെ പലപ്പോഴും അത് ചിലപ്പോഴെങ്കിലും അത് ഡീമെറിറ്റ് ആയിട്ട് മാറും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ മാതൃമരണ നിരക്ക് കുറച്ചു കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. 100 മാതൃമരണ നിരക്കുള്ള ഒരു സംസ്ഥാനത്തിന് അത് 80 കുറയ്ക്കാൻ താരതമ്യേന എളുപ്പമാണ്. 20-25 മാതൃമരണ നിരക്കുള്ള ഒരു സംസ്ഥാനത്തിന് അത് അതുപോലെ 10-12 ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പോ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം. ഒരേ ഡാറ്റ, ഒരേ സെറ്റ് ഓഫ് ഡാറ്റ അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഇപ്പൊ നമുക്കറിയാം. 30-35% മാർക്ക് വാങ്ങിക്കുന്ന ഒരാളെ കൊണ്ട് ആ പരീക്ഷ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ 40%-ലേക്കോ 50%-ലേക്കോ ഒക്കെ എത്താൻ എളുപ്പമാണ്. അതേസമയം 85% വാങ്ങിക്കുന്ന ഒരാൾക്ക് അത്രയും എഫേർട്ട് ഇട്ടാൽ 90 പോലും കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ 95 കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ പെർഫെക്ഷനിലേക്ക് പോകുമ്പോൾ, പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് നമ്മള് അപ്പൊ ആ രീതിയിൽ, ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ആരോഗ്യത്തിനെ സംബന്ധിക്കുന്ന മേഖലയിലുള്ള ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ അതിന് വലിയ ഒരു റോളാണ് ഉള്ളത്. കാര്യം വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളം. ഈ കൺസേണിന് ഒരു പ്രശ്നമുണ്ട്. ഈ മുറിവൈദ്യന് ആളെ കൊല്ലൂ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ പൂർണ്ണമായ ശാസ്ത്രീയത അറിഞ്ഞുകൂടെങ്കിലും കുറെ ടേംസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വാചാലരാകുന്ന ഒരു ആൾക്കാരാണ്. നമുക്കെല്ലാം അറിയാം, നമ്മളെ ആരെയും ഒന്നും പഠിപ്പിക്കണ്ട എന്ന് വിചാരിക്കുന്നവർ ഒക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാര്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിലും അത് നമ്മൾ ആധികാരികമായി അഭിപ്രായം പറയുന്ന ഒരു സമൂഹം പൊതുവിൽ ആണ് നമ്മുടേത്. അപ്പൊ കാര്യം കുറെ നോളജ് വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്കെല്ലാം അറിയണമെന്നില്ല. ഡോക്ടർമാരായ നിങ്ങൾക്കറിയാം, ചിലപ്പം ഗൂഗിളിൽ നോക്കിയിട്ട് ഇന്ന മരുന്ന് വേണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഡോക്ടർമാരുണ്ട് എന്ന് അലോപ്പതിയിലെ ആൾക്കാർ പറയും. പക്ഷെ ഹോമിയോപ്പതിയിൽ അങ്ങനെ മരുന്നിന്റെ പേര് ഇത്തിരി സങ്കീർണമായതുകൊണ്ട് അതൊന്നും നോക്കി വരാനുള്ള സാധ്യതയില്ല. അലോപ്പതിയിലും ആയുർവേദത്തിലും ഒക്കെ അങ്ങനെയല്ല. ആയുർവേദത്തിലും പണ്ടോട്ടെ എങ്ങനെയാണ് കാര്യം, കുറച്ച് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കുറെ കുഴമ്പുകളും ചൂർണങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോ അത് ഈ യുഗത്തിന് മുമ്പേ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അലോപ്പതിയിൽ അതുണ്ട്. ഹോമിയോപ്പതിയിൽ ഒരുപക്ഷെ ഈ മരുന്നിന്റെ പ്രത്യേകത, പേരിന്റെയൊക്കെ പ്രത്യേകത കൊണ്ട് ആയിരിക്കാം അത് അധികം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുറച്ചെന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ കിട്ടുന്ന അറിവ് വെച്ച് നമ്മൾ പറയും. പക്ഷെ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയമായിട്ടുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കണക്കുകളെ സ്ഥിതിവിവര ശാസ്ത്രത്തിനനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പൊ അത് ചിലപ്പോൾ തെറ്റും. നമ്മുടെ സാമ്പിൾ സൈസിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് പലപ്പോഴും. ഇപ്പോ ഇന്നലെ ഇതേപോലെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ പുതിയ SRS സർവേക്കകത്ത് കേരളത്തിലെ ശിശുമരണ നിരക്ക് 5-ൽ നിന്ന് 8-ലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞൊരു വാദഗതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സും, മുഴുവൻ ലൈവ് ബർത്തിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്.
അവർ SRS സാമ്പിൾ എടുത്ത പോപ്പുലേഷനകത്ത് വന്ന ഒരു മിസ്റ്റേക്കാണ്. കാര്യം ലക്ഷക്കണക്കിന് ലൈവ് ബർത്തിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ ആകെ 3,24,000 ലൈവ് ബർത്താണ് കേരളത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ വർഷം. അപ്പൊ അത് നമുക്ക് ഏതാണ്ട് ഒരു നിയർ 99% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആയതുകൊണ്ട് ആ കണക്ക് അത്രയും കൃത്യമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ സെൻസസ് ഡാറ്റ പോലത്തെ ഡാറ്റ ഇരിക്കുമ്പോൾ പിന്നെ ഒരു സാമ്പിളിന് യഥാർത്ഥത്തിൽ അവിടെ വലിയ പ്രസക്തിയില്ല. പക്ഷെ എല്ലായിടത്തും അത് പറ്റത്തില്ല. ഓരോ വർഷവും അത്രയും സെൻസസ് പോലത്തെ ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതില്ലാത്ത പല സ്റ്റേറ്റുകളും ഉണ്ട്. അവിടെ SRS തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ബാക്കി പല കാര്യങ്ങൾക്കും അത് തന്നെയാണ്. ഇപ്പം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ കണക്കാക്കുന്നതിന് SRS പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തരുടെയും അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്ന് ചോദിക്കുന്നത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. പിന്നെ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ ഒറ്റ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് എന്നാലും ഔട്ട് ഓഫ് പോക്കറ്റ് പൂർണ്ണമായും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാര്യം മെഡിക്കലും ഫീൽഡിലോ ഹോസ്പിറ്റലിലോ നേരിട്ട് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ അല്ല. അപ്പൊ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാനിങ്ങും അതുപോലെ തന്നെ പ്രോജക്റ്റ് വിഭാവന ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അവിടെയാണ് ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യം. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ഗൗരവമായി ഇന്ന് ചർച്ച ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം എടുക്കുന്നില്ല. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എനിക്ക് പൂർണ്ണമായും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മറ്റന്നാൾ നിയമസഭയില് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതാണ്. അപ്പം ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ ഡൽഹിയിലുമാണ്. അപ്പൊ ഈ ഓഫീസ് വഴി തന്നെ എനിക്കിതിന് മറുപടി കൊടുക്കേണ്ടതുമാണ്. അപ്പൊ നാളെ എനിക്കതിന് പറ്റത്തില്ല. നാളെ എനിക്ക് ഇവിടെ ഒരു ട്രെയിനിങ് പരിപാടിയാണ്. ഇന്നും മീറ്റിംഗ് കഴിഞ്ഞ ഒരു 8:30 തിരിച്ച് കേരള ഹൗസിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പൂർണ്ണമായി ഇരിക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. വളരെ യങ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള അങ്ങ് കുറച്ച് നേരം കൊണ്ട് തന്നെ ധാരാളം കാര്യം, പ്രത്യേകം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ശരിക്കും മെഡിക്കൽ സയൻസിന്റെ നല്ല ലോകത്തിന്റെ മൊത്തം നിലനിൽപ്പിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഈ സാമ്പിൾ സൈസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇതെല്ലാം തന്നെ ഹോമിയോപ്പതി വളരെ പ്രാധാന്യത്തോടെ കാണുന്നതാണ്. ഏതാണ്ട് 150-200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് കുറെ കൂടെ ഇഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങയുടെ നിർദ്ദേശങ്ങൾക്ക് വളരെ നന്ദി. ഈ പറഞ്ഞ പോലെ തിരക്കാണെന്നറിയാം. ഇത്രയും തിരക്കിൻ്റെ പങ്കെടുത്ത് കാണിച്ച സന്മനസ്സിന് വളരെ നന്ദി പറയുന്നു സാർ. കഴിയുക തുടരുക. താങ്ക് യു സാർ. മാത്രമല്ല നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത് കഴിഞ്ഞ 2120 ദിവസമായിട്ട് തുടർച്ചയായിട്ട് പോകണം സാർ. 2127 ദിവസം അൺഇന്ററപ്റ്റഡ് ആണ്. അതൊരു പുതിയ അറിവാണ്. എന്തായാലും അത് ശ്ലാഘനീയമായ ഒരു സാധനമാണ്. ഇപ്പൊ 35 പേര് ഇതിനകത്ത് ഇരിക്കുന്നു. നമ്മള് ഫിസിക്കലായിട്ട് വിളിച്ചാൽ പോലും ഒരു മീറ്റിംഗിൽ 30 പേരൊക്കെ പങ്കെടുപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 7:30 മുതൽ 8:30 വരെ ഹിന്ദി സെഷൻ, 8:30, 9:30 ഇംഗ്ലീഷ്, 9:30, 10:30 മലയാളം. ഇംഗ്ലീഷും മലയാളം ഇത് തുടങ്ങിയിട്ട് 2128 ദിവസം ദൈവം സഹായിച്ച് അൺഇന്ററപ്റ്റഡ് ആയിട്ട് പോകാൻ കഴിയുന്നുള്ളത് തന്നെയാണ് ഭാഗ്യം. സാറിനെ കൊണ്ട് സഹായത്തിന് വളരെ നന്ദി സാർ. എല്ലാ ദിവസവും അങ്ങനെ പോകുന്നത് ഒരു വലിയ വലിയ പ്രത്യേകതയാണ്. ശരി. അപ്പൊ ഇനി നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. ഹോമിയോപ്പതിയിലെ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനും ഹോമിയോപ്പതിയിലെ എല്ലാമായ ഡോക്ടർ ജോർജിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ജോർജ് അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം സാറേ. ബഹുമാനപ്പെട്ട IFPH ഭാരവാഹികൾ, ഇന്നത്തെ പ്രധാനമായിട്ട് ഉദ്ഘാടനം ചെയ്ത അനുസാറിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ ചെറിയൊരു ക്ലാസ് പെട്ടെന്ന് വന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രിപ്പറേഷനിലൊന്നുമല്ല. എന്നാലും സാറ് അതിന്റെ ഒരു തുടക്കത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ സാറേ? ചെയ്യാമല്ലോ. ഓക്കെ. ഇന്നത്തെ ഈ പ്രധാന ദിവസത്തിന്റെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂൺ 29 പ്രൊഫസർ പ്രസന്ത ചന്ദ്ര മഹാലനിബോസ്, അത് നമുക്ക് പേരത്ര പരിചിതനല്ലെങ്കിലും പുള്ളിയാണ് ഫാദർ ഓഫ്
ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കത്തയിൽ തുടങ്ങിയത് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത അനുസാർ ഇപ്പൊ പറയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വെച്ചിട്ടാണ്, ഈ ബർത്ത് ആനിവേഴ്സറി വെച്ചിട്ടാണ് നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു വെബിനാറിന്റെ തന്നെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. നമ്മുടെ സബ്ജക്റ്റ് ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഹോമിയോപ്പതിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മുടെ മെഡിക്കൽ ലൈനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഇതിനെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മളെല്ലാവരും ഈ എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സും ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾ മെഡിക്കൽ ലൈനിലേക്ക് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളെ നമ്മൾ മെഡിക്കൽ ലൈനിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ഈ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് എന്ന് നമുക്കൊരു സംശയം തോന്നും. ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഇത് ബയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിയാണ്. അപ്പൊ അതിൻ്റെ ബയോളജിക്കൽ സയൻസസ് ആൻഡ് മെഡിസിനും കൂടി കൂട്ടിച്ചേർത്തതാണ് ഈ നമ്മൾ ബയോളജിയുടെ ആ ഒരു ഭാഗമായിട്ട് ബയോ എന്ന് ഉദ്ദേശിക്കുന്ന. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കെടുപ്പാണ്. കണക്കെടുക്കുന്ന പറഞ്ഞാൽ ഡാറ്റേനെ അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാറ്റേനെ നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക. എന്താണ് ആ ഡാറ്റ നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് പ്രധാനം. അപ്പൊ ഇത് ബയോളജിക്കൽ ഡാറ്റയാണെന്ന് മാത്രം, അതായത് ബയോമെഡിക്കൽ ഡാറ്റ എന്ന് വേണ്ടി നമുക്ക് പറയാം. അപ്പൊ അത് ഈ ഡാറ്റ വെച്ചിട്ടാണ് നേരത്തെ നമ്മുടെ അനുസാർ ഉദ്ഘാടകൻ തന്നെ പറഞ്ഞ പോലെ ബർത്ത് റേറ്റിന്റെ കാര്യവും ഡെത്ത് മറ്റേ ഇൻഫന്റൈൽ മോർട്ടാലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ആ ഒരു ഇതെല്ലാം വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഡാറ്റയുടെ കളക്ഷൻ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രാധാന്യവും അതാണ് നമ്മളിപ്പോ ഇന്നത്തെ ചർച്ചയിൽ വരുന്നത്. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ ഒരു ഉത്ഭവം വെച്ച് നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നതെന്ന് വേണ്ടി പറയാം. മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ്, പണ്ടത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ റെക്കോർഡിക്കൽ ആയിട്ടുള്ള എംപിറിക്കൽ ഡാറ്റ നമ്മുടെ പഴയ ഹോമിയോപ്പതി ലിറ്ററേച്ചറിൽ കാണുന്ന ഡാറ്റയ്ക്ക് വെച്ചിട്ടാണ് ഹോമിയോപ്പതിനെ ബേസ് ചെയ്തിട്ടുള്ള ബയോസ്റ്റാറ്റിസ്റ്റിക് ഡാറ്റ എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പഴയ കാലത്തെ ഈ ബയോസ്റ്റാറ്റിസ്റ്റിക് ഡാറ്റ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഹോമിയോപ്പതിക്ക് ഭയങ്കര ഫേവറബിൾ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഇതിന്റെ ഒരു ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഒരു 3-4 കാര്യങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ ആദ്യം തന്നെ വേണ്ടത് ഒരു കളക്ഷൻ ഓഫ് ദി ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറയുന്നത് എന്തുവാകാം. നമ്മള് നമ്മുടെ ഒ പി തന്നെ നമ്മുടെ സ്ഥാപനം നമ്മുടെ സ്വന്തം ഒ പിയിൽ തന്നെ ഇന്ന് എത്ര പേര് വന്നു, ഇന്നൊരു 10 പേര് വന്നു അല്ലെങ്കിൽ 20 പേര് വന്നു. നമ്മൾ 20 പേരുടെ ഡാറ്റ എടുക്കുന്നതിൽ എത്ര ഫീമെയില് എത്ര മെയില്, അപ്പൊ എത്ര ഫീമെയിൽ ഉണ്ട് എത്ര മെയിൽ ഉണ്ട് എന്നുള്ള ഒരു ഡാറ്റ, അതൊരു ഡാറ്റയാണ്. അതിന്റെ അകത്ത് ഈ ഫീമെയില് വന്നതിൽ എത്ര ക്രോണിക് കേസ് ഉണ്ടായിരുന്നു, എത്ര അക്യൂട്ട് കേസ് ഉണ്ടായിരുന്നു, ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റ. അപ്പൊ നമ്മൾ റെഗുലർലി നമ്മുടെ കേസ് റെക്കോർഡുകളിൽ വരുന്ന ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണം, അതിനെ സമ്മറൈസ് ചെയ്യണം, എന്നിട്ട് ഇത് അനാലിസിസ് ചെയ്ത് എടുക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ ഇന്ന് വന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന 70% ആൾക്കാരും ഫീമെയിൽസ് ആണ് എന്നിട്ട് നമുക്കൊരു കണക്ക് കിട്ടാം. ഫീമെയിൽസിന്റെ അകത്ത് 90% വന്നത് ക്രോണിക് കേസുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് അനാലിസിസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് വെച്ചിട്ട് അതിനെ ഒരു പെർഫെക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ബേസിക് ആയിട്ട് വേണ്ടത് ഈ നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സും ഈ ഡാറ്റയും, ആ ഡാറ്റ കളക്ഷൻ അതിനൊരു പ്രക്രിയ വെച്ചിട്ട് ചെയ്താൽ മാത്രമാണ് അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് രീതിയിലേക്ക് പോകുള്ളൂ. പഴയ കാലത്ത് നമ്മൾ ഹോമിയോപ്പതിയിൽ ചെയ്തുകൊണ്ടിരുന്നതിന് അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് മെക്കാനിസം നമുക്ക് പറയാനില്ല. പക്ഷെ ഈ ഇടക്കാലങ്ങളിൽ നമ്മൾ ഒരുപാട് സ്റ്റാൻഡർഡൈസ്ഡ് രീതിയിൽ തന്നെ ഒരുപാട് ഡാറ്റ കളക്ഷൻ നടത്തുകയും നമുക്ക് ഒരുപാട് അതിന്റെ റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മളിത് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഒരു ഡാറ്റ, പണ്ടത്തെ ഒരു ചിക്കൻ ഗുനിയ ഡാറ്റ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അന്നത്തെ ഒരു കളക്ഷനൊക്കെ വെച്ചിട്ട് അത് ഇഫക്റ്റീവ് ആയിരുന്നു, അത് ട്രീറ്റ്മെന്റ് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡാറ്റയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനു മുമ്പ് പഴയ കാലത്ത് ഹോമിയോപ്പതിയുടെ ഡാറ്റ എന്ന് പറഞ്ഞ പഴയ കാലത്ത് കോളറ മുതൽ നമുക്ക് ഈ പറയുന്ന സ്കാർലറ്റ് ഫീവർ ആ കാലഘട്ടത്തിലെ ഒരു ഡാറ്റയുണ്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് കുറച്ച് സമയം കിട്ടിയോളും ഞാൻ അവിടെ നിന്ന് ഇവിടെ ഏതായാലും ആ കുറച്ച് കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
നമുക്ക് ഡാറ്റ കളക്ഷൻ അന്ന് എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ചിട്ടാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സയന്റിഫിക് രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് വെച്ചേക്കുന്ന ഡാറ്റയല്ല. അതിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അന്നത്തെ ഈ പറയുന്ന സ്കാർലറ്റ് ഫീവറിനെ തടയാനായിട്ട് നമ്മുടെ ഹോമിയോപ്പതിയുടെ പ്രൊഫൈലാക്റ്റീവ് ഇഫക്റ്റ് വളരെയധികം നന്നായിരുന്നു. അതുകൊണ്ട് ഒരു പരിധി വരെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ആ സ്കാർലറ്റ് ഫീവറിനെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നാണ് നമ്മൾ അന്ന് അവകാശപ്പെടുന്നതും. ആ അവകാശങ്ങള് പെടുന്നത് നമുക്ക് നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മുടെ പുസ്തകങ്ങളിലെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പൊ ആ ഡാറ്റ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡാറ്റ ആണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും വിവാദമാണ്. പക്ഷെ എന്നാലും നമ്മുടെ എംപിറിക്കൽ ഡാറ്റ, നമ്മുടെ പഴയ കാലത്തെ പുസ്തകങ്ങളിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് എല്ലാ കേസുകളും നമ്മുടെ മരുന്നുകൾ ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ മാത്രമല്ല, ഹനുമാന്റെ കാലം മുതലുള്ള ഈ കോളറ കാലം മുതൽ ബോർഡിംഗ് മോസം ചികിത്സിച്ച ആ സമയത്തുള്ള എപ്പിഡമിക്, ഇതിനെല്ലാം ഡാറ്റ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ എപ്പിഡമിക്കിന് വേണ്ടി നമ്മുടെ ഹോമിയോ മരുന്നുകൾ വളരെ ഫലപ്രദമായിരുന്നു എന്നും ഒരുപാട് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയെന്നുമാണ്. ഈ പറയുന്ന ആ ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വാലിഡ് ആകുന്നത്, വാലിഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഹോമിയോപ്പതിയുടെ ഡോക്ടർമാരും അല്ലെങ്കിൽ ഹോമിയോപ്പതിയോട് സ്നേഹമുള്ളവരും മാത്രമാണ് ഇതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഇനഫ് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഹിസ്റ്റോറിക്കൽ ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ഒക്കെ നടന്ന കേരളത്തിൽ നടന്ന ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയിരുന്നു എന്ന് തെളിയിക്കുന്ന ലേറ്റസ്റ്റ് ഡാറ്റ പോലും നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് ആ ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ആണ്, ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമുക്ക് ഹോമിയോ മരുന്ന് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗത്തിന് ഉണ്ടായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമുക്ക് ഒരു ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള നടത്തിയ ഒരു സ്റ്റഡിയാണ്. അതിന്റെ ഞാൻ ജസ്റ്റ് ഒരു PDF എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു പ്രതിരോധ മരുന്ന് കരുതലോടെ മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വെച്ച് നമ്മള് എല്ലാവർക്കും ഈ പ്രതിരോധ മരുന്നൊക്കെ കൊടുത്ത് നമുക്ക് ആർസെനിക്കം ആൽബം 30 നന്നായിരുന്നോ, അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നോ എന്നുള്ളൊരു സർവേ തന്നെ നടത്തിയായിരുന്നു. ആ സർവേയുടെ ഫൈൻഡിങ്സ് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ചെയ്തതും അത് വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള കുറെ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. എന്നാലും ഇപ്പോ ഒരു ഇടക്കാലത്ത് നമ്മളൊരു 4-5 ഇയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ എല്ലാ OP ഒക്കെ ഡാറ്റ ആയിട്ടാണ് പോകുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിലല്ല ചെയ്യുന്നത്, എല്ലാം ഇലക്ട്രോണിക് ഡാറ്റ ആയിട്ടാണ് പോകുന്നത്. ഈ ഇലക്ട്രോണിക് ഡാറ്റ ആയിട്ട് കിട്ടിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഡാറ്റ കളക്ഷൻസിന് എളുപ്പമായിരിക്കും. നമ്മള് നേരത്തെ സാറ് പറഞ്ഞു ഈ പറയുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന് തെറ്റുപറ്റി എന്ന് പറയുന്ന ആ ഒരു കണക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനെ എടുക്കുന്നതിന്റെ പകരം ടോട്ടൽ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ, അത് ആ സാമ്പിളിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ആ സാമ്പിള് ഏകദേശം ആരെയും ഉൾക്കൊള്ളിക്കാവുന്ന നമ്മുടെ എക്സിറ്റ് പോൾ പോലെ എല്ലാവരുടെയും എക്സിറ്റ് പോൾ നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കൂട്ടരുടെ ഒരു സാമ്പിൾ മാത്രം എടുത്തിട്ട് നമുക്ക് ആ റിസൾട്ട് തരുന്നു, ഇന്ന ആളാണ് ജയിക്കാൻ പോണ ഇലക്ഷനിൽ. അങ്ങനെ പോലെ ആ ഒരു സാമ്പിൾ മാത്രം വെച്ചിട്ടാണ് നമ്മളും ഈ സർവേ നടത്തിയേക്കുന്നത്. ആ സർവേ വെച്ച് നടത്തിയിട്ട് നമ്മുടെ ഹോമിയോപ്പതിയുടെ മരുന്ന് ആർസെനിക്കം ആൽബം 30 നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു റിപ്പോർട്ടും കൂടിയാണത്. നമുക്ക് ഇത് പ്രതിരോധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് വന്നേക്കുന്നത്. അതിന്റെ കോംപ്ലിക്കേഷൻ തടയാനായിട്ട് ഒരുപാട് അത്രയും ഇഫക്റ്റീവ്, അത് ഈക്വലി ഇഫക്റ്റീവ് ആണെന്നും അല്ലെന്നും പറയുന്നുണ്ടെങ്കിലും ആ റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ഹോമിയോപ്പതിയുടെ പ്രതിരോധ മരുന്നായിട്ട് ഇമ്മ്യൂൺ ബൂസ്റ്റർ ഒക്കെ ആയിട്ട് ആർസെനിക്കം ആൽബം കഴിച്ചിട്ട് ഇത് വരാതിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ റിസൾട്ടുകൾ കാണിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് പണ്ടത്തെ നമ്മുടെ ഒരു ചിക്കൻ ഗുനിയയുടെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഹോമിയോപ്പതിയുടെ സെക്ടറിലും ഇപ്പോഴും ഈ പറയുന്ന ബയോസ്റ്റാറ്റിസ്റ്റിക്സ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്.
പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് അനുസരിച്ച് നമുക്ക് പറയാം അത്ര മനോഹരമായിട്ടാണോ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് അതിന്റെ ആൻസർ. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് എത്ര പേർക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് മാത്രമേ നമ്മുടെ പലരുടെയും കയ്യിൽ ഉണ്ടാകുകയുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയും സിലബസും ഒക്കെ നമുക്ക് ആക്ച്വലി നമ്മുടെ MD ഇതിന്റെ അകത്ത് വരേണ്ട ഒരു വലിയൊരു കാര്യമാണ്. അത് എപ്പോഴും ഉണ്ട്, പക്ഷെ അത് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. MDയുടെ കരിക്കുലത്തിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഇച്ചിരി കൂടി മെച്ചപ്പെടുത്തി അത് നമ്മുടെ ക്ലിനിക്കൽ മേഖലകളിലും നമ്മുടെ ട്രീറ്റ്മെന്റ് മേഖലകളിലൊക്കെ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ചികിത്സ എപ്പോഴും മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഇതിനു വേണ്ടിയുള്ള ഓട്ടത്തിനാണ് എല്ലാവർക്കും വേണ്ടത് ഇതിന്റെ ഒരു പ്രൂഫാണ്. പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ വേണം. ഡാറ്റ ഉണ്ടാകണമെങ്കിൽ അതിന് ഡാറ്റ കളക്ഷൻ വേണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് വെച്ചിട്ട് നമുക്ക് ഈ ഹോമിയോ മരുന്നിനെ നമുക്ക് ഇഫക്റ്റീവ് ആണോ ഇല്ലേ എന്ന് നമുക്ക് തെളിയിക്കാൻ തന്നെ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി പോലെ നമുക്ക് കുറെ റിസർച്ച് സ്റ്റഡികൾ പണ്ടും ഈ ഹോമിയോപ്പതി മേഖലയിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് നടന്നതില് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഒരു സാമ്പിൾ സൈസ് ചെറുതാവുകയും വലുതാകുകയും എന്നുള്ള ഒരു വ്യത്യാസം നേരത്തെ പറഞ്ഞല്ലോ. ഈ സാമ്പിള് ചെറുതാകുമ്പോൾ ആക്ച്വലി ചെറിയ സാമ്പിള് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ ഹോമിയോ മരുന്ന് ഭയങ്കര എഫക്റ്റീവാണ്. ഒരു ലാർജർ സാമ്പിൾ വരുമ്പോഴാണ് ആ ഹോമിയോപ്പതി എഫക്റ്റീവ് ആണോ ഇല്ലേ എന്നുള്ള ഒരു വലിയൊരു ഒരു പ്ലാസിബോ എഫക്റ്റ് ആണോ നടക്കുന്നതെന്നുള്ളൊരു വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. സ്മോൾ സാമ്പിളിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഹോമിയോപ്പതി എഫക്റ്റീവ് ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോമിയോപ്പതിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴും നമ്മുടെ ചികിത്സ ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. അതായത് ഇൻഡിവിജ്വൽ പ്രോട്ടോകോൾ വെച്ചിട്ട് ഓരോരുത്തരുടെ രീതികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ചികിത്സ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് മേഖലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മോഡേൺ മെഡിസിന്റെ രീതിയിൽ തന്നെ പനി വരുന്നു, നമ്മളിപ്പോ പാരസെറ്റമോൾ കൊടുക്കുന്നു. അപ്പൊ ഈ പാരസെറ്റമോൾ എത്ര പേർക്ക് കൊടുക്കുന്നു, ആ എത്രയും പേർക്ക് എന്തോ ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നത് എല്ലാവർക്കും ആ മരുന്ന് തന്നെ കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ കേസിൽ ഓരോരുത്തരുടെ മരുന്ന് തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ബേസ്, അതായത് ഇൻഡിവിജ്വൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയാവുന്ന രീതിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റിസൾട്ട് വരുന്നത് അങ്ങനെ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിരോധ മരുന്നുകൾ എല്ലാവർക്കും കൊടുക്കുന്നു ഉള്ള ഒരു മേഖലയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു റിസർച്ചും ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ തന്നെ വരുന്നുള്ളൂ. ഒരു ട്രീറ്റ്മെന്റ് ലൈനിലേക്ക് വരുമ്പോൾ നമ്മുടെ മരുന്ന് ബെനിഫിഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് നമ്മൾ ഏത് മരുന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും തലവേദനയ്ക്ക് ഒരേ മരുന്നല്ല കൊടുക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ആ ഉള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ക്ലിനിക്കൽ ഡാറ്റ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം. അപ്പൊ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതലും നമ്മൾ ഇതിന്റെ ഭാഗമാക്കിയാൽ മാത്രമാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള റൗണ്ട് ഔട്ട് ചെയ്തതിൽ പതുക്കെ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് നമ്മൾ ചെയ്യും. ഒന്ന്, നമുക്ക് കിട്ടുന്ന ഡാറ്റ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ OP-യിൽ എത്ര പേര് വരുന്നു, അത് എത്ര പേര് വന്നു, അതിൻ്റെ അകത്ത് ഫീമെയിൽ എത്ര, മെയിൽ എത്ര. അപ്പൊ അങ്ങനെയുള്ള ഒരു വെറുതെ നമുക്കൊരു കളക്ഷൻ ഡാറ്റ മാത്രമാണ് നമ്മൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ നേരത്തെ അനുസാർ പറഞ്ഞ പോലെ അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ഈ പറയുന്ന ഡാറ്റയിൽ നിന്നുള്ള ഒരു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് ആ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റ് തീരുമാനിക്കാൻ, അത് വെച്ചിട്ട് വേണം ഫണ്ട് അലോക്കേഷൻ വരുത്താൻ, അത് വെച്ചിട്ട് വേണം ഈ സ്ഥാപനത്തിനെ വളർത്തണോ അതോ ഇത് പൂട്ടി പുതിയതൊന്നും തുടങ്ങണോ. ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ പറയുന്ന ബയോസ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ ചിന്തിച്ചാൽ മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഈ പറയുന്ന കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകും.
പക്ഷെ നമ്മുടെ അത് വെൽ ഫോർമാറ്റഡ് രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. നമ്മൾ പറയുമ്പോൾ വാചാലനാവും. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ വാചാലനാവാന്നോടെ ഞാൻ അത്ര കേസുകൾ മാറ്റിയിട്ടുണ്ട്, ഞാൻ ഇത്ര കേസുകൾ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ പലപ്പോഴും ഇല്ലാതെ വരുന്നുണ്ട്. ആ ഇല്ലാതെ വരുന്നതിനെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അത് ഒരു കൈക്കുലമായിട്ട് മാറ്റിയാൽ ഒരു പരിധി വരെ ഇതിനുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് മുന്നേറാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡാറ്റ കളക്ഷന്റെ കേസിൽ തന്നെ കുറെ കാര്യങ്ങൾ നമ്മുടെ റുട്ടീനിൽ നമ്മുടെ കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. റുട്ടീനിൽ നമ്മൾ ഈ കേസ് റെക്കോർഡുകൾ നമ്മൾ കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ പോയി സർവേകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ അന്ന് ആർസാൽവിന്റെ ഒക്കെ നമ്മൾ ഈ പറയുന്ന ഇമിഗ്രന്റ് വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ പോയി നമ്മൾ മരുന്ന് കൊടുക്കുകയും അതിന്റെ സർവേ നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളെ കഴിക്കുന്ന മരുന്നുകൾ വെച്ചിട്ടും കുറെ നമുക്ക് ഈ പറയുന്ന റിസർച്ച് പേപ്പേഴ്സ് നമുക്ക് കാണാം. കുറെ മരുന്നുകൾ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്. അപ്പൊ ഇതെല്ലാം ഇനിയും കൂടുതൽ നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിലുള്ള നമുക്കുള്ള ഒരു അവയർനെസ് കൂട്ടേണ്ടതുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഇന്ന് ഈ പറയുന്ന ബയോ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഒന്ന് പഠിച്ച് വായിച്ചൊക്കെ ഒന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ എന്നെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിച്ചത് തന്നെ മനോജ് ഡോക്ടർ ഇന്ന് രാവിലെ പിടിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ അങ്ങനെ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ എന്താ പറയാ വലിയൊരു ദിവസമാണ്. നമുക്ക് എന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഒരു ചർച്ചയിലേക്ക് കൂടി കടന്ന് നമുക്കത് പൂർണ്ണമാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെക്കാൾ കൂടുതൽ അറിവുള്ള ഡോക്ടേഴ്സും സീനിയർ ഡോക്ടേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു ചർച്ച രീതിയിലേക്ക് ആക്കി ഇന്നത്തെ ഒരു ദിവസം, ഇന്ന് ജൂൺ 29 ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫസർ PC അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചുള്ള ഇന്നത്തെ ദിവസത്തിൽ ഇന്ന് തന്നെ ക്ഷണിച്ചതിൽ തന്നെ എനിക്ക് വളരെയേറെ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഏതായാലും ഒരു ചർച്ചയിലേക്ക് കിടക്കാം. നമ്മൾ ഇത്രയാണ് നമ്മൾ കുറച്ച് പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, ഡോക്ടർ ജോർജ് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷെ ഈ പറഞ്ഞ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ഒരു പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അതിൻ്റെതായ ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരുണ്ട്. ഇനിയിപ്പോ ഡോക്ടർ ജോർജോ ഞാനോ അല്ലെങ്കിൽ ഡോക്ടർ ഷൈലയോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്തി എത്ര അക്സെപ്റ്റ് ചെയ്യും? കാരണം നമ്മൾ ടെക്നിക്കലി അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആൾക്കാരല്ല. അപ്പൊ നമ്മളൊരു കാഴ്ചപ്പാട് അവിടെ മാറ്റാം. അതാത് മേഖലകളിലെ ക്വാളിഫൈഡ് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ ചെയ്യേണ്ട ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹാനിമാൻ പറഞ്ഞ ബേസ് ഉപയോഗിച്ച് ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള അതിനെ കുറിച്ച് വിശദമാക്കാമോ? സാറേ, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കിട്ടിയ റിപ്പോർട്ട്, നേരത്തെ അനുസാർ പറഞ്ഞ പോലെ നമ്മൾ കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ടാണല്ലോ നമുക്ക് ഭാവി കാര്യങ്ങൾ ബാക്കി മറ്റു മേഖലകളിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന സ്റ്റേറ്റില് നേരത്തെ പറഞ്ഞ പോലെ ഈ നേരത്തെ ഹോമിയോപ്പതിയുടെ കൺസെപ്റ്റ് അല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വേറൊരു സംസ്ഥാനത്ത് കൂടുതലാണെങ്കിൽ അവിടേക്ക് കൂടുതൽ ബഡ്ജറ്റ് അലോക്കേഷൻ അവിടേക്ക് പോകണമെന്ന് പറയുന്നതിന് ഒരു പ്രൂഫായിട്ട് കൊടുക്കാവുന്ന ഒരു സാധനം ഈ പറയുന്ന ഡാറ്റയിൽ നിന്നാണ്. അപ്പൊ ആ ഡാറ്റയെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്താൽ മാത്രമാണ് അതിന്റെ കുറെ സയന്റിഫിക്കലി അത് കൂട്ടണമല്ലോ. നമ്മൾ ഈ വാക്കാൽ പറയുന്ന കണക്കിനേക്കാൻ കൂടുതൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കണക്ക്, ഇന്ന പെർസെന്റേജ് ഇന്ന വാല്യൂവില് ഇന്നതിൽ വെച്ചിട്ട് ഇതിനാണ് സ്റ്റേറ്റിനാണ് കുറവ്, അതുകൊണ്ട് ഇത്രയും ബഡ്ജറ്റ് അലോക്കേഷൻ അതിന് കൂടുതൽ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. നമ്മൾ സാധാരണ നടത്തുന്ന എനിക്ക് തോന്നുന്നു ബേസിക് ഡാറ്റ കളക്ഷൻ ആണ്. എത്ര ആണുങ്ങൾ വന്നു, എത്ര നമ്മൾ എല്ലാ ഡിസ്പെൻസറിയും നടത്തുന്നത് വെറുതെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻ മാത്രമേ ആവുന്നുള്ളൂ. അതിൽ നിന്നുള്ള മുന്നോട്ടേക്ക് അത് പോകുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. എല്ലാവരും സജീവമായി പങ്കെടുക്കുക. അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുണ്ടായത് കാരണം ഡോക്ടർ രജികുമാറിനെ ഏൽപ്പിച്ചിരുന്നു. രജികുമാറിന് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഡോക്ടർ ജോർജ് ധൈര്യപൂർവ്വം ഡോക്ടർ ഏറ്റെടുക്കുകയുണ്ടായി. അതായത് ഡോക്ടർ ജോർജിനോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീർക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ
ഈ ലക്ഷം പേർ ലക്ഷണമൊത്തം 1 2 പറഞ്ഞാൽ ഇത് അത് അത്രയും പോലും കാണാം. അത്രത്തോളം ബുദ്ധിമുട്ടാണ്. എന്നാലും ജോർജ് അത് എന്തായാലും നെഞ്ചിലേറ്റുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ഈ ഡോക്ടർ ജോർജിന്റെ പ്രത്യേകത വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിന്റെ പല കാര്യങ്ങളും നമ്മുടെ മെഡിക്കൽ ഓഫീസർമാരിൽ 800 പേരോളം ഉള്ള ഏതൊരു 99% ആൾക്കാരും ആശ്രയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ജോർജ്. ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് മറുപടി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രം ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ ആയിരുന്നു, ഒരു കായിക താരം കൂടിയാണ്. നമുക്ക് ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യം ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. എത്രത്തോളം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അതിൽ താല്പര്യമുണ്ട് എന്നുള്ളത് പ്രതികരണത്തിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ചർച്ചയ്ക്കായിട്ട് ക്ഷണിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ കുറെ ഡോക്ടർമാരുണ്ടാവും സാറേ. അതായത് ഒരുപാട് പേര് സ്വന്തമായിട്ട് തന്നെ കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്തു വെച്ചേക്കുന്നവരുണ്ടാവും. എന്റെ അറിവിൽ ഒരുപാട് അങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ട്. പേഴ്സണലി അവരുടെ ഒപിയിൽ വരുന്ന കേസുകൾ തന്നെ എടുത്തു വെച്ചിട്ട് അവരുടെ തന്നെ ഒരു ഇൻഫ്ലുവൻസുകൾ തന്നെ അവർ കണ്ടുപിടിച്ചേക്കുന്ന കുറെ ഇൻഫ്ലുവൻസുകൾ തന്നെ നമുക്കത് ഷെയർ ചെയ്താലും ഇന്നത്തെ ഒരു ദിവസം അത് വളരെ സഹായകരമായിരിക്കും. അതിൽ ഏറ്റവും അഗ്രഗണ്യ ഒരു വ്യക്തിയാണ് ഡോക്ടർ എബ്രഹാം വൈദ്യൻ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? വ്യത്യസ്തമായ ധാരാളം ഡോക്ടറെ സംസാരിക്കാമോ? ഡോക്ടർ സന്തോഷിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ജോർജ് സന്തോഷ്, ഡോക്ടർ ജോർജിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്നാണ് പറഞ്ഞാൽ ജോർജ് എന്ന് വന്നത്. ജോർജ് എന്നാണ്. ഓക്കെ, ജോർജിനെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് തിരികെ പോയതാണ്, ശ്രമിക്കണം. അപ്പൊ സാറുമായിട്ട് ഞാൻ ഭയങ്കര പരിചയം. സാറും എന്റെ വീട്ടിലേക്ക് വന്നേക്കുന്നതാണ്. അതെ, ഇപ്പൊ ഡോക്ടർ ഷട്ടിൽ മാത്രമല്ല, ടേബിൾ ടെന്നീസിലൊക്കെ വളരെ മിടുക്കനായിരുന്നു. അതെ, പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ വനിത ഡോക്ടർ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് ഓർത്തപ്പോൾ തന്നെ എനിക്ക് പേടിയായി. എനിക്ക് ദേഷ്യമായിരുന്നു ഡോക്ടറെ. നമുക്ക് മെനക്കേടുണ്ടാക്കിയ ആളെന്നുള്ളതാണ് അന്ന് ചിന്തിച്ചത്. സുഖമായിട്ട് ഒത്തിരിക്കുന്നതല്ലേ മെനക്കേടുണ്ടാക്കിയ ആളെന്നാണ് അന്ന് ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഹോമിയോപ്പതി വളർച്ച കണ്ടപ്പോൾ, ഈ പുതിയ തലമുറ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ വളരെ പ്രസക്തിയുണ്ട്. തന്നെയല്ല, വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഹോമിയോപ്പതി ഞങ്ങൾ പഴയ തലമുറയ്ക്കൊക്കെ വളരെ നന്ദിയുണ്ട്. മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റാറ്റിക്സിനെ പറ്റി എനിക്ക് പറയാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ല ഡോക്ടർ, ഈ ഹൈദരാബാദിൽ തുടങ്ങി പാമ്പ് ചികിത്സ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യം ചെയ്യണം. അപ്പൊ അതിനകത്തൊക്കെ തീർച്ചയായിട്ടും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എത്ര പേരെ ട്രീറ്റ്, എത്ര രക്ഷപ്പെട്ടു, എന്തൊക്കെയാണെന്നുള്ളൊരു സ്റ്റഡി തീർച്ചയായും നടത്തിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് തീരെ കുറവായിരിക്കും. 500 കേസ് ചികിത്സിച്ചതില് നമുക്ക് പിന്നെ ശരിക്ക് എടുത്തു പറയാവുന്ന 4-5 കേസേ ഉള്ളൂ പോയിസൺ ഉണ്ടായിരുന്നുള്ള കേസില്. ബാക്കി എത്രമാത്രം പോയിസൺ ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയാത്തതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ലത്. അന്ന് ആ രീതി റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നല്ല സ്കോപ്പുകളാണ്. കാരണം വെച്ചാൽ അത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയായിരുന്നല്ലോ. ഡോക്ടറെ പറയുണ്ടല്ലോ, യാതൊരു രക്ഷയില്ലാത്തൊരു സാഹചര്യത്തില് നമ്മളെ ചെയ്തേ പറ്റൂ. അപ്പൊ ആൾക്കാർ എടുത്തോണ്ട് വരുന്നു. അങ്ങനത്തെ അവസരം. ഡോക്ടർ മനു വർഗീസ് ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. വളരെ നന്ദി ഡോക്ടറെ പങ്കെടുത്തതിന്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുള്ള വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ ഉള്ള ഒരാൾ കൂടിയാണ് എബ്രഹാം ഡോക്ടർ. അതുകൊണ്ട് തന്നെ ഡോക്ടറെ ആദ്യമേ ഞാൻ ക്ഷണിച്ചത്. വളരെ നന്ദി ഡോക്ടറെ. തുടരുക. ഓക്കെ, ഷൈൽ ഡോക്ടർ എന്ത് പറയുന്നു സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച്? സർക്കാർ സർവീസിലെ വൈദ്യര ഡോക്ടർ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോമിയോപ്പതിയിലെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഈ അഹിംസ് വഴി കുറെയൊക്കെ അവൈലബിൾ ആയിരിക്കും, ഇല്ലേ ഡോക്ടറെ? പ്രൈവറ്റ് മേഖലയിലായിരിക്കും. ഒരുപാട് കോർ ഡാറ്റകളുണ്ട്. ഡാറ്റ ഇപ്പോ ഈ 4-5 കൊല്ലമായിട്ട് ഒരുപാട് ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐംസിന്റെ ഡാറ്റയില് ഐംസിന്റെ അകത്ത് കുറെ ഗുണമുണ്ട്. നമുക്ക് ആ കൺസൾട്ടേഷൻ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പോരായ്മ അതിൻ്റെ ഉണ്ടെങ്കിലും ഡാറ്റ കളക്ഷൻ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടെന്ന് വേണം വിചാരിക്കണം. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ നമുക്ക് ഹോമിയോപ്പതി സെക്ടറില് അഹിംസിന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര പേരെ ചികിത്സിക്കുന്നു എന്നുള്ള ഒരു ഡാറ്റ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് എത്ര സ്ത്രീകള്, എത്ര പുരുഷന്മാര്, എത്ര പിള്ളേരെ ചികിത്സിക്കുന്നു,
അപ്പൊ അതിനുള്ള ഈ ഫണ്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു നെക്സ്റ്റ് മേഖലയിലേക്ക് അതിന്റെ എത്ര ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമെന്നുള്ളൊരു ഒരു മുന്നൊരുക്കം നമുക്ക്, അല്ലെങ്കിൽ അതിനുള്ള ഒരു റിക്വസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഡാറ്റ വെച്ചിട്ട്. വന്ന അസുഖങ്ങളുടെ ഒരു ഇന്റൻസിറ്റി നമുക്ക് അതിന്റെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഡാറ്റ കളക്ഷൻ ഡോക്ടർ മ്യൂട്ടായി. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ഈ പേഷ്യന്റിന്റെ രോഗത്തിനെ കുറിച്ച് എന്താണ് ചികിത്സക്കെത്തിയ എന്തോ ഡയഗ്നോസിസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് സുഖപ്പെട്ടോ എന്തെങ്കിലും, അതങ്ങനെ ഇപ്പം അതിനുള്ള ഓപ്ഷൻ വല്ലതും ഉണ്ടോ അതില് അക്കിംസില്? നിലവിൽ അങ്ങനെയില്ല. നമ്മൾ എത്ര കേസുകൾ എടുക്കുന്നു, ആ കേസുകൾ ഏതൊക്കെ കേസുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു ഡാറ്റ മാത്രമേ അതിന്റെ അടുത്ത് ഇപ്പൊ നിലവിൽ വരുന്നുള്ളൂ. അത് ക്യൂർ ആയോ ഇല്ലേ എന്നുള്ള ഒരു ഇത് അതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുകൂടി വന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കത് എങ്ങനെ അത് എങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ആലോചനയിലൊക്കെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടറിയണം. പിന്നെ ഒരു വരും കാര്യം, കാലങ്ങളിൽ ഓക്കെ ഡോക്ടർ പറഞ്ഞു. ആ ഒരു കാര്യങ്ങളെ വരും കാലങ്ങളിലെ അത് എയിംസിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ അതിനൊരു മോഡിഫിക്കേഷൻ പിന്നീട് ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ അതൊരു വലിയ നല്ലൊരു ഡേറ്റ ആയിരിക്കും അതുവഴി കിട്ടുന്നത്. എല്ലാം പൂർണ്ണമാവും. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഞാൻ ഇപ്പൊ ഡോക്ടറോടെ കാണിച്ച ഒരു ഡേറ്റ കൊല്ലം ജില്ലയിലെ എന്തോ ഒരു പ്രോജക്ട് ഇതാണെന്ന് തോന്നുന്നല്ലോ, സ്റ്റഡി ആണെന്ന് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡോക്ടർ പ്രദീപ് CS ഒന്നും അനിൽ ഡോക്ടറെയും ഷീല ഡോക്ടറെയൊക്കെ പേര് കണ്ടല്ലോ. അത് നമ്മുടെ ഈ കോവിഡിന്റെ ആ ഇതുണ്ടല്ലോ, ഇമ്മ്യൂൺ ബൂസ്റ്റർ കൊടുത്തിട്ട് അത് മെച്ചപ്പെട്ട് നല്ല രീതിയിലാണോ നടന്നിരുന്നേന്നുള്ള ഒരു സ്റ്റഡിയായിരുന്നു, സർവേ സ്റ്റഡി നടത്തിയതാണ്. അത് നമ്മൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തിയതാണ്. ലോക്കലൈസ്ഡ് ആയിട്ടും തൃശ്ശൂർ മേഖലയിൽ അന്ന് ചാവക്കാട് ഞങ്ങളും കുറച്ച് നടത്തിയിട്ടുണ്ട്. അത് വേറെ രീതിയിൽ ശ്രീവിദ്യ മേഡത്തിന്റെ ഒപ്പം നമ്മളന്ന് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് റിപ്പോർട്ട് വന്നത് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു, എഫേഷ്യസ് ആയിരുന്നു മരുന്ന് എന്ന് തന്നെയാണ്. ഇത് സ്റ്റേറ്റ് വൈഡ് നടത്തിയതിൽ റീച്ചിന്റെ ഇതായിട്ടാണ് നടത്തിയത്. അപ്പൊ അതിന്റെ റെപ്രസെന്റ് ചെയ്തിരുന്ന ഡോക്ടേഴ്സിന്റെ പേരൊക്കെ ആയിരുന്നു അന്ന് അതിനകത്ത് വന്നത്. അപ്പൊ അങ്ങനെയാണോ ഡാറ്റ കളക്ഷൻ, എയിംസിന്റെ ഡാറ്റ വെച്ചിട്ടാണ് അന്ന് കളക്ട് ചെയ്തിട്ടാണ് അത് എടുത്തേക്കുന്നത്. ഓക്കെ. കൊല്ലം ജില്ലയിലെ കുറെ പേരെ പേര് കണ്ടു, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. കോവിഡിന്റെ അത് വലിയ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഗവൺമെന്റ് തലത്തിൽ നടന്ന ഏക സ്റ്റഡി അത് തന്നെയായിരിക്കും. കാരണം 1,13,000 ആണ് സാമ്പിൾ സൈസ്. 91% എഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ എന്നിട്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. ചില്ലറ വർക്കല്ല ചെയ്ത് എത്രയോ ഡിസ്പെൻസറിൽ എത്രയോ ഡോക്ടർമാർ കഴിഞ്ഞില്ല, വലിയ വർക്ക് ചെയ്തു. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ ഒരു പറഞ്ഞ പോലെ ഈ സ്പോൺസർ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. പ്രൊജക്ട് ചെയ്യാൻ ആള് വേണം, അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ആള് വേണം, ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഉണ്ടായത്. ഓക്കെ. ഷബീർ ഡോക്ടർ ഷബീർ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാമോ? ഉണ്ടോ? മുഖം കാണിച്ചു. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാമോ ഷബീർ ഡോക്ടറെ? കാരണം ഡോക്ടർ 4-5 സ്ഥലത്ത് ഹോമിയോപ്പതി എന്താണ് പറയൂ ഡോക്ടറെ. കേൾക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് അതായത് നമ്മുടെ കൃഷ്ണമൂർത്തി സാർ IAS ഒക്കെ ഹെഡ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ലത്തീഫ് സാറൊക്കെ അന്ന് കോളറയ്ക്കും ഇതിനൊക്കെ ട്രീറ്റ് ചെയ്തതിന്റെ കുറെ ഇതുണ്ട്. അത് റിട്ടേൺ ഫയലുകളിലാണ് ഉള്ളത്. അത് നമ്മൾ ഇത് ഇപ്പോഴത്തെ പുതിയ ഇതിൽ കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ ഇത് ചെയ്യാൻ ഉള്ള വല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ വല്ല പഴയ ഇതൊക്കെ വല്ല, അതൊക്കെ നമുക്ക് ഒരുപാട് ഹോമിയോപ്പതിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല, ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ഫയലുകൾ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ? അത് ചെയ്താൽ വളരെ നന്നായിരിക്കില്ലേ? ഡോക്ടർ എന്താണ് അഭിപ്രായം? സാറ് നമ്മള് പഴയ ഡാറ്റകൾ നമ്മള് എടുത്ത് ചെയ്യണേല് തെറ്റൊന്നുമില്ല. നമ്മൾ ഈ ഡാറ്റ ഒരു ജെനുവിൻ ഡാറ്റയാണെന്ന് നമ്മളും അത് കൺവിൻസ്ഡ് ആയിട്ട് വേണമല്ലോ അത് ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്തു വരുന്ന പ്രൊസീജിയറൊക്കെ ചെയ്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അത് എളുപ്പമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ എപ്പോഴും ഈ ഹോമിയോപ്പതിയിലുള്ള ഡാറ്റ പലപ്പോഴും ഈ
എംപറിക്കൽ ഡാറ്റ, ഞാൻ ചികിത്സിച്ച രോഗികളുടെ ഒരു ഡാറ്റയാണ്. അതിന് നമ്മളൊരു പ്രത്യേക സ്ട്രക്ചേർഡ് രീതിയിൽ എടുത്താൽ മാത്രമാണ് നമുക്ക് എപ്പോഴും ഒരു ഡാറ്റനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വേഗമായിട്ട് കിടക്കുന്ന ഒരു ഡാറ്റ നമുക്ക് ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഈ കരുതലോടെ മുന്നോട്ട് ഈ പറയുന്ന ഇതുണ്ടല്ലോ, ഹോമിയോപ്പതിയുടെ ഇമ്മ്യൂൺ ബൂസ്റ്ററിന്റെ ഡാറ്റ തന്നെ നമ്മൾ എടുത്തത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അതോറിറ്റി ഉള്ള 2 ഡോക്ടേഴ്സ്, നമ്മുടെ ഡോക്ടേഴ്സ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരുന്ന 2-3 പേരെ വെച്ചിട്ട് ടീം ഉണ്ടാക്കിയിട്ട് ഇന്ന ചോദ്യങ്ങളാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടതെന്നുള്ള രീതിയിലായിരുന്നു ആ ക്വസ്റ്റിനെയർ തന്നെ. അപ്പൊ എല്ലാവർക്കും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടുന്നു. എല്ലാവരും ആ ക്വസ്റ്റ്യൻസിന് കുറച്ച് ആൻസേഴ്സ് പറയുന്നു. ആ ആൻസറിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ റിസൾട്ട് ഉണ്ടാക്കിയത്. നമ്മള് അങ്ങനെ ഒരിക്കലും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരോട് എല്ലാവരോടും ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നില്ല, ഒരേ രീതി തന്നെ ചോദിക്കുന്നില്ല, ഒരേ കാര്യങ്ങൾ തന്നെ ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിൽ നിന്നൊരു നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് കിട്ടും. സ്കാറ്റേർഡ് ഡാറ്റ പോലെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് പലപ്പോഴും കൊടുക്കാൻ, അതുകൊണ്ടാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ അത് പറ്റാതെ വരുന്നത്. അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഡാറ്റയായിട്ട് ഒരു സെറ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. എന്നാലാണ് അത് ഒരു ക്വസ്റ്റനെയറും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ല, വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പഴയ ഇതൊക്കെ അവര് പുതിയ സിസ്റ്റത്തിലോട്ടൊക്കെ ആക്കി അങ്ങനെ ഡാറ്റ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്ന് ഹോമിയോപ്പതിയുടെ സ്കോപ്പ് അന്നുള്ള പലതും നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയും. അത് സെക്രട്ടേറിയറ്റിലുള്ള കൃഷ്ണമൂർത്തി സാർ എന്ന് പറഞ്ഞത് അതിന്റെ ഫയലൊക്കെ സെക്രട്ടേറിയറ്റിലുണ്ട് എന്നാണ് സാറ് പറഞ്ഞത്. പഴയ ഹെൽത്ത് സെക്രട്ടറി രാമമൂർത്തി സാറിന്റെ കാര്യമാണ് ഷമി ഡോക്ടർ പറഞ്ഞത്. ശ്രമിച്ച് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞ ഫിഗേഴ്സ് എങ്കിലും എടുക്കാമല്ലോ. അതെ, അങ്ങനെ ചെയ്താലുള്ള ഗുണം ഇനിയുള്ള സാംക്രമിക രോഗങ്ങൾ പലതും വരുമ്പോഴും നമ്മളെ ഇപ്പൊ മാറ്റി നിർത്തിയിരിക്കുന്നത് അവർക്ക് മാറ്റി നിർത്താൻ കഴിയാത്തൊരു സ്റ്റേജ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താ പറയാ, ഈ എക്സ്പേർട്ട് എന്ന് പറയുന്നതിന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഗവൺമെന്റ് തലത്തിൽ വേണം. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നേരത്തെ ഡോക്ടർ ജോർജ് പറഞ്ഞ പോലുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ കേസ് ഇത് അറേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് 2 പ്രശ്നങ്ങളും കൂടെ അതിനകത്തുണ്ട്. മൂന്നാമത് ഈ ഫണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആളും വേണം. ഈ 3 ഘടകങ്ങളാണ് പ്രശ്നം. ഓക്കെ. എന്തായാലും ഷമി ഡോക്ടറെ പങ്കെടുത്തതിൽ നന്ദി. 11 ഡോക്ടർ ഉണ്ടല്ലോ, സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? പഴയ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. 11 ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ സ്പെഷ്യൽ ക്ലിനിക്കുകളെ കുറിച്ചുള്ള എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ഉണ്ടോ ഡോക്ടർ ജോർജ്? നമ്മുടെ ഇപ്പൊ തന്നെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ 4500 പോസിറ്റീവ് എന്താണല്ലോ, അതിന്റെയൊക്കെ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രീവിദ്യ മേഡം ഉണ്ടായിരുന്ന സമയത്ത് കുറെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട്സ് എന്തോരുണ്ടെന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഹോമിയോപ്പതി ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി കേസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആണെന്നും നമ്മുടെ ഇത്രയും കേസുകൾ നമുക്ക് ഉണ്ടായെന്നും അതൊരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു എവിഡൻസ് തന്നെയാണ്. പക്ഷെ അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആയിട്ട് നമ്മൾ എവിടെ ഏത് ഒരു സയന്റിഫിക് മേഖലയിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം തന്നെ ആ ഒരു ഉന്നതിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ അത് എവിടെയെങ്കിലും കരിക്കുലത്തിന്റെ ഒരു ഭാഗമാക്കിയാൽ ഇറങ്ങുന്ന ഡോക്ടേഴ്സിന് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കിത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് ഈ ഡാറ്റയിൽ നമുക്ക് കുറച്ച് സയന്റിഫിക് ഡാറ്റ ഉണ്ടാക്കിത്താന്ന് പറയുമ്പോൾ നമുക്കത് എപ്പോഴും പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതിനെ നമ്മൾ ബിഫോർ ഹാൻഡ് തന്നെ നമ്മൾ അതിനെ ചിന്തിക്കണം. നമുക്ക് ഇന്ന ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇന്നത് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ട് തന്നെ അതിനെ ഇറങ്ങി തിരിച്ചാലാണ് ഇത് ഭംഗിയാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബേസിക് നോളേജും ബേസിക് അവയർനെസ്സും ഞാൻ പറഞ്ഞ MD ലെവൽ വരുമ്പോൾ ഇച്ചിരി കൂടി കൂടുതൽ നമ്മൾ ആ ഒരു സബ്ജക്ട് വൈസ് പഠിക്കുകയാണെങ്കിൽ അത് ഭാവിയിലേക്കുള്ളതിന് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ നടക്കുന്നുണ്ട് ഡോക്ടർ, പല സ്ഥലത്ത് നടക്കുന്നുണ്ട്, PhD ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ബേസിക് നേരത്തെ പറഞ്ഞ റാൻഡം കൺട്രോൾ ട്രയൽ എന്നൊക്കെ പറഞ്ഞുള്ള ചില സൂത്രപ്പണികളുണ്ടല്ലോ. യഥാർത്ഥം നമുക്കറിയാം, ഇപ്പൊ കോവിഡ് വാക്സിൻ തന്നെ 3-4 മാസം കൊണ്ട് ഗർഭിണികൾ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറയുമ്പോൾ ആരും ചോദ്യം ചെയ്തില്ലല്ലോ.
4 മാസം കൊണ്ട് എങ്ങനെ ഗർഭിണി പരീക്ഷ ജയിക്കുക എന്നുള്ളത്. ഇത് മറ്റേ മീനോ ഇത് ചെയ്യാൻ പാർട്ടിയൊന്നും അല്ലല്ലോ 4 ദിവസം കൊണ്ട് റെഡി വരാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് പൊടിയിടുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മളവിടെ ചെയ്യേണ്ട എന്റെ അഭിപ്രായത്തിൽ ലത്തീഫ് സാറിന്റെ പ്രോബ്ലത്തെ അന്ന് സാറ് സ്റ്റഡി എടുത്തിയപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ വെച്ചിട്ടാണ് സാറ് എന്നിട്ട് പോലും എന്തോ ടെക്നിക്കൽ കാര്യം പറഞ്ഞതിനെ ഉഴപ്പി എന്നുള്ള സത്യമാണ്. കാരണം എക്സ്പേർട്സ്, അറിയപ്പെടുന്ന എക്സ്പേർട്സ്, പുസ്തകം എഴുതിയ ആൾക്കാരോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റോ ആൾക്കാരായിരിക്കണം തീർച്ചയായിട്ടും നേരത്തെ കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ വേറെ കാര്യം പറയാനുള്ള, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ കുട്ടികളുടെ കാര്യമൊക്കെ. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്പെഷ്യാലിറ്റിയില് 2 പേജിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്, സൈക്കാട്രി, പീഡിയാട്രിക്സ്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് വെച്ചുകൊണ്ട് തന്നെ ഇത്ര കുട്ടികൾ പീഡിയാട്രിക് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ജൂനിയർ കൺസൾട്ടന്റ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടായിരിക്കും. പക്ഷെ അപ്പൊ അവിടെ ഈ വേണ്ടത് സർവീസിലുള്ളവരും പുറത്തുള്ളവരുടെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പക്ഷെ അത് നടക്കുന്നതെന്ന് വെച്ചാൽ വളരെ കുറവാണ്. അതാണ് അതിന്റെ വസ്തുത. അശോക് കുമാർ ഡോക്ടർ ഉണ്ടല്ലോ, അത് ആ ഡോക്ടർ അല്ലല്ലോ. ഡോക്ടർ അശോക് കുമാർ അശോക് ഡോക്ടർ അല്ല. ഇതിന്റെ പ്രോബ്ലം ഡോക്ടർ ഇപ്പൊ ഈ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാഷണൽ ആയുഷ് മിഷന്റെ തലപ്പത്തുള്ള ഒരു IAS ഓഫീസർ വരുന്നു. പക്ഷെ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്, അല്ലേ? അപ്പൊ എന്താണ് സംഭവിച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാലേ നമ്മൾ വളരുള്ളൂ. ഈ പറഞ്ഞ കണക്ക് എല്ലാവരുടെ ഒരുമിച്ച് കുഴിപ്പോൾ റെഡി ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പോരാ. കുറച്ചുകൂടെ അഗ്രസീവായിട്ടും കുറച്ച് വിജിലന്റ് ആയിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. അപ്പൊ നമ്മളെല്ലാം റിസൾട്ട് നോക്കാം. രവി സാറ് പണ്ട് പറഞ്ഞ പോലെയാണ്, എല്ലാവരും ഫലത്തെ മാത്രം പറിക്കാൻ വരും, അതിന്റെ കൃഷിയെ കഷ്ടപ്പാടെ കുറിച്ച് ആരും ചിന്തിക്കുകയുള്ളൂ. സാറിന്റെ വിഷമം കൊണ്ട് സാറ് പറഞ്ഞതാണ്. ഇവിടെ സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഷാജി കുടിയായിട്ടുണ്ടോ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഫിലിപ്പൈൻസിലാണ്, അവിടെ അർദ്ധരാത്രി ആയി കാണും, ഒരു പക്ഷെ ഉറങ്ങിയെന്ന് അറിയാം. MD-ക്കാരൊക്കെ അപ്പൊ കുറച്ച് സൂപ്പർഫിഷ്യലായിട്ടെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് നന്നായിരിക്കും. അത് രസമല്ല. അലോപ്പതിയിലാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് പരീക്ഷയല്ല PG-കാർക്ക്, ഹോമിയോപതി പരീക്ഷ ഉണ്ടെന്നുള്ളതാണ്. അലോപ്പതിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രത്യേകം വെച്ചാൽ 4 പേപ്പർ, ഏത് വിഷയത്തും പഠിക്കുന്നത് അവൻ അതിൽ എക്സ്പെർട്ട് ആയിരിക്കണം. അതിന് 4 പേപ്പർ എന്നാണ്. ഇത് എവിടെ പോലും BSc-യുടെ ടൈം ടേബിൾ ഇത് സിലബസ് എടുത്തുകൊണ്ട് വന്ന് അതിലെ കോപ്പി പേസ്റ്റ് കൊടുത്ത്. അപ്പൊ എന്ത് ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ മെയിനും സബും ഉണ്ടായിരുന്നു. അതായത് ഡിഗ്രിക്കുള്ള BSc-ക്ക് എങ്ങനെയാണ് അതുപോലെയാണ്. ഇതുപോലെയാണ് മണ്ടത്തരങ്ങൾ ഒരുപാട് നമ്മൾ കാണിക്കുന്നുണ്ട്, ഇനിയും ഉണ്ട്. ഇതൊക്കെ മാറി കുറെ വെട്ടുകേറുതൽ നടത്തി തന്റെ ഇടത്തോടെ മുമ്പോട്ട് പോയി മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷ ഉണ്ട്. അതുപോലെ ഇപ്പൊ DMA സിലബസ് ഇറക്കി. അത് എത്ര പേര് വായിച്ചു എനിക്ക് അറിയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് 2 സ്റ്റുഡന്റിന് ഒരു ഗൈഡാണ് ടീച്ചറെന്ന്. ഇവിടെ എത്ര പേര് ഇരിക്കുന്നതിന് DM ഉള്ളവര്? ഇതൊന്നും വെറും യാതൊരു ഇതിലാണ് പലതും കാണിക്കുന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അക്കാഡമീഷ്യൻസ് ആണെന്ന് പോലെ സംശയം തോന്നും. ആ നിലയിലാണ് പലരും ചെയ്യുന്നത്. അപ്പൊ അത് കറക്ഷൻ എപ്പോഴും വിമർശനം ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആവുകയുള്ളൂ. ഇന്നിപ്പോ തന്നെ NMC-യുടെ ഒരു ഡിസിഷൻ പത്രത്തിലുണ്ടായത്, അതായത് ഈ ഡിപ്ലോമ കോഴ്സ് നിർത്താൻ പോവുകയാണ്, എല്ലാം യൂണിഫൈഡ് ആക്കുകയാണ്. എന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ടീച്ചിങ് ഫാക്കൽറ്റിക്ക് ആള് വേണം, അത്ര എല്ലാവർക്കും ഒരേ ഡിഗ്രി കിട്ടാനാണ്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഫെലോഷിപ്പുകൾ ആക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഫെലോഷിപ്പ് ആയിക്കൂടെ? ഇത്ര ആളുകളുണ്ടല്ലോ. സ്പെഷ്യൽ OP-കളുണ്ട്, 10-12 ഉണ്ടല്ലോ. പക്ഷെ അവിടെ തന്നെ ക്വാളിഫൈഡ് ആൾക്കാരില്ല. ഇൻഫെർട്ടിലിറ്റി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 14 വർഷമായിട്ട് ആ ശ്രീവിദ്യ ഡോക്ടർ അവരുടെ ജീവിതം മൊത്തം കൊടുത്തിട്ടാണ് അതിനെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ എസ്റ്റാബ്ലിഷ് ആവില്ല, കാരണം അത് ക്വാളിഫൈഡ് അല്ല. എന്ത് ക്വാളിഫിക്കേഷൻ നമുക്കുള്ളത്? തൈറോയിഡ് OP ഉണ്ട്, ഇല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ സമൂഹം കൂടെ ഇടപെടണം. അപ്പൊ ഗവൺമെന്റ് സർവീസിൽ ഡോക്ടർമാർക്ക് മിണ്ടാൻ പറ്റൂല, ഇടപെടാൻ പറ്റൂല. സമൂഹം കൈകെട്ടി മാറി നോക്കിക്കൊണ്ടിരിക്കും. അവർ സ്വന്തം കിളിക്കില് മരുന്നും കൊടുത്ത് കിട്ടുന്ന ആത്മസംതൃപ്തിയോടെ അങ്ങനെ ഇരിക്കും. അത് പോരാ. കാരണം വെച്ചാൽ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മാറിക്കഴിഞ്ഞ് നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഉറക്കം ഉണ്ടെന്നാലേ പറ്റുള്ളൂ. രമാദേവ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? രമാദേവ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, വിട്ടുപോയതാണ്. അതായത് എനി കൺഫർമേഷൻ ഫ്രം ICMR ഫോർ റീച്ച്, അതാണ് ചോദ്യം. ഡോക്ടർ ജോർജ്, ഇതിനകത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. എനി കൺഫർമേഷൻ ഫ്രം ICMR ആണെന്ന് തോന്നുന്നു. അതിന് ICMR-ൽ നിന്ന് നമുക്ക് ഇതിന്റെ അയച്ചു കൊടുത്ത കൺഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ കേട്ടിട്ടില്ല സാറേ. ഇല്ല അല്ലേ? ശരി ശരി. ICMR റിപ്പോർട്ട് നമ്മൾ അതിന്റെ
സാറ് ചോദിച്ചത് ആർസാൽബ് 30യുടെ പ്രിവെൻഷൻ ആയിട്ട് കൊടുത്തതിന്റെ ഉള്ള എന്തിനും കൺഫർമേഷൻ ICMR എന്ന് കിട്ടിയോന്നായിരുന്നു സാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആയിരിക്കണം അതെ. ആണോ ഷാജി സാറേ? അല്ലല്ല, ഡോക്ടർ മനോജാണ്. അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടർ മനോജ്? അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കാമോ? എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്? ഇല്ല, കേൾക്കാമോ? കേൾക്കാം. ഇല്ല, ICMR നമ്മള് ഈ കോവിഡ് സമയത്ത് മനോ ICMR റെഗുലേഷൻസ് അനുസരിച്ചാണ് പലതും നടന്നത്. അൺലെസ് ആൻഡ് അണ്ടിൽ ICMR അടുത്തായിരിക്കും ഇന്ത്യ ഗവൺമെന്റ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പ്ലസ് നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റ കൊടുത്ത് അവർ അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മുടെ ഡേറ്റാസ് ഒന്നും ഗവൺമെന്റ് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ICMR ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുക, അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് അറിഞ്ഞ് ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി കൺഫേം ബൈ ദി ICMR ആണ് അതിന്റെ മെയിൻ ബോഡി. ഓക്കെ. ഡോക്ടർ ജോർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കമുണ്ടോ, അറിയാമോ? അപ്ഡേറ്റ് ഇല്ല സാർ. അതിന് അങ്ങനെ കൊടുത്തതായിട്ടോ അങ്ങനെ ഒരു കൺഫർമേഷൻ അവിടെ നിന്ന് കിട്ടിയതായിട്ടോ നമുക്ക് ഇല്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റഡി നടത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഷാജി കുടിയാട്ട് അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം. ഹലോ. അപ്പോ ഇനി ഇൻട്രസ്റ്റിംഗ്, വളരെ മാത്രം പ്രസിദ്ധിയുള്ള ആണ്. ഹോമിയോപ്പതിയുടെ ആവശ്യം വേണ്ടതാണ്. അപ്പൊ നമ്മുടെ റിസർച്ചുകൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്ത് നടക്കട്ടെ. ഞാൻ MD എടുത്തപ്പോൾ ഇതുമാതിരി സോറിയാസിസിനാണ് എൻ്റെ തീസിസ് ഉണ്ടായിരുന്നത്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധനെ തപ്പിപ്പിടിച്ചു പോയി. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഇൻഡെപ്തിൽ മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ ശ്രമമൊക്കെ നടത്തി ചെയ്തതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ വിട്ടുപോയി. എന്നിരുന്നാലും ഇത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സമൂഹത്തെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മുടെ എഫക്റ്റീവ്നെസ് ഒക്കെ ബോധ്യപ്പെടുത്താനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് നോക്കുന്ന ഒരു രീതിശാസ്ത്രമാണ്. അപ്പൊ അതും നമ്മൾ ചെയ്യണം. കാരണം എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ ഇട്ട് നമ്മളെ താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ എല്ലാ രീതിയിലും നമുക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോ റിസർച്ച് മെത്തഡോളജിയും റിസർച്ച് കാര്യങ്ങളും എല്ലാ ലെവലിലും നമ്മൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രിങ്ങിങ് അവർ സിസ്റ്റം അപ്വേർഡ്സ്. അപ്പൊ ഇത് മൂന്നിന്റെയും കൂടെ സംയോജിതമായ ഒരു എഫേർട്ട് കൊണ്ടാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തെ മുകളിലേക്ക് ഉയർത്താൻ പറ്റുള്ളൂ. അപ്പൊ IAPH ഫോം ചെയ്തിരിക്കുന്നത് തന്നെ ഈ എല്ലാ തലത്തിലുമുള്ള കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ ജീവിതകാലത്ത് കഴിയുന്നത്ര എല്ലാ എഫേർട്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കത് എല്ലാ കാര്യത്തിലും ശ്രമിച്ചു മുന്നോട്ട് കൂട്ടാനായിട്ട് ശ്രമിക്കാം. ഇതിനോട് സഹകരിക്കുന്ന നമുക്ക് ഈ കടുക്കുന്ന ബിഗ് എഫേർട്സ്, മനോജ് ഡോക്ടറും ധനേഷ് ഡോക്ടറും നമ്മളെല്ലാം എടുക്കുന്ന ഈ ബിഗ് എഫേർട്ട് നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് പ്രയോജനം വരുത്തുന്നതിന് സാധ്യമാകുമെന്ന് ധരിക്കുന്നു. നമുക്ക് നേരാം. നന്ദി, നമസ്കാരം. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. മറിയാമ്മ ഡോക്ടറെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. നന്ദി മനോജ് ഡോക്ടറെ. ജോർജിനെ വീണ്ടും കണ്ടല്ലോ. അതെ കണ്ടു, സന്തോഷം. ഇന്ന് IFPH നടത്തിയ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്ഥിതി വിവര കണക്കുകൾ ഇരുതല മൂർച്ചയുള്ള വാളാണെന്നും ഏത് രീതിയിലാണ് അതിനെ ഉപയോഗിക്കുന്നതിലാണെന്നതാണ് കാര്യമെന്നും നമ്മളെ അറിയിക്കുകയും ചെയ്ത ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ അനു S. നായർ IAS അവർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ബയോസ്റ്റാറ്റിക്സും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയും സ്റ്റാറ്റിസ്റ്റിക്സിനെ മെഡിക്കൽ ലൈനിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതെന്നും ഡേറ്റ വെച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തുന്നതെന്നും ആദ്യം കളക്ഷൻ ഓഫ് ഡേറ്റ വേണമെന്നുമുള്ള കാര്യങ്ങളെ നമ്മളോട് വിവരിച്ച ഹോമിയോപ്പതി വകുപ്പിലെ കമ്പ്യൂട്ടറും തൃശ്ശൂർ എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ളതും അയ്യമ്പുഴ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിലെ മെഡിക്കൽ ഓഫീസറും കൂടിയായ ജോർജ് വർഗീസ് ഡോക്ടർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പ്രത്യേകം എന്റെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്.
ഇന്നത്തെ ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഷൈല ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രത്യേക പരിപാടിയുടെ മോഡറേറ്ററും നമ്മുടെ എല്ലാ പ്രത്യേക പരിപാടികളുടെ ആസൂത്രണനും കൂടിയായ ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും ശാരദകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജ് ടീച്ചിങ് ഫാക്കൽറ്റിയും കൂടിയായ GS മനോജ് ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ നമ്മുടെ പരിപാടിയിൽ നമുക്ക് ഗസ്റ്റിനെ കൊണ്ടുവന്ന നമ്മളുടെ IFPH സെക്രട്ടറി കിരൺ ചന്ദനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. 2128 സൂം വെബിനാറിൽ നടത്തപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കണക്കുകളുടെ ലോകമാണ്, എല്ലാം കണക്കുകളാണ്. സമയത്തിന് കണക്കുണ്ട്, ആയുസിന് കണക്കുണ്ട്, എല്ലാം ഉണ്ട്. ഹോമിയോപ്പതി കണക്കുണ്ടാവട്ടെ, ഹോമിയോപ്പതിയുടെ ജീവിതവും നല്ലൊരു മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന പ്രത്യേകതയോടെ നിർത്തുന്നു. നമസ്കാരം.